ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ബാംഗ്ലൂരിലെ ലിവിംഗ് എക്സ്പെൻസിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ബാംഗ്ലൂരിൽ ലിവിംഗ് എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ എക്സ്പെൻസീവ് സിറ്റി ആയിട്ട് ബാംഗ്ലൂർ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബാംഗ്ലൂരിലെ ഹൗസ് റെന്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു റീസെന്റ് ആയി വന്ന ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ നമ്മൾ പോയിന്റ് ചെയ്ത് നമ്മൾ അതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ ഈ വീഡിയോയുടെ അവസാനം ബാംഗ്ലൂരിൽ തീർത്തും എക്സ്പെൻസീവ് അല്ലാത്ത ഒരു കാര്യത്തെ പറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക. അപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റിൽ കണ്ടല്ലോ, ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്നൊരു ന്യൂസാണിത്. അപ്പം അവിടെ പറയുന്നത് ബാംഗ്ലൂർ 1 BHK അപ്പാർട്ട്മെൻറ്റ്, അതായത് ഒരു ബെഡ്റൂമുള്ള അപ്പാർട്ട്മെൻറ്റിന് 45,000 രൂപയുടെ അടുത്താണ് റെൻറ്റുകൾ ചോദിക്കുന്നതാണ്. നമ്മളിവിടെ കണ്ടല്ലോ. ഈ 45,000 രൂപയുടെ റെൻറ്റ് പറയുന്നത് ഇത് പ്രൈം ഏരിയയിലായിരിക്കും. അതായത് നമ്മുടെ ഒരു ഐ ടി ഹബിൻ്റെ ഒക്കെ തൊട്ടടുത്തുള്ള ഏരിയയിലൊക്കെ ആയിരിക്കും ഇത്. അതുപോലെ നല്ല സൊസൈറ്റികളിലായിരിക്കാം 1 BHKക്ക് ഈ 45,000 രൂപ റെൻറ്റ് ചോദിക്കുന്നത്. അതുപോലെ 1 BHKയുടെ ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ് 1 BHK എന്ന് വെച്ചാൽ ഒരു ബെഡ്റൂം, ഒരു ഹാള്, ഒരു കിച്ചൺ ഉണ്ടാവും. അതിൻ്റെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 500, 550, 600 സ്ക്വയർ ഫീറ്റ് ഒക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ ഏരിയ നമുക്ക് 2 BHK വേണമെങ്കിൽ അതിനനുസരിച്ച് റെൻറ്റ് എക്സ്പോണൻഷ്യലായിട്ട് കൂടും. അപ്പം ഇതുപോലെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും 1 BHKയിൽ ചില ഏരിയയിൽ 45,000 to 60,000 വരെ ചോദിക്കുന്നുണ്ട്. അത് തന്നെയല്ല, ഇതിന് ഡെപ്പോസിറ്റും ഉണ്ടാവും. അതായത് നമ്മൾ ഇപ്പോൾ ബാംഗ്ലൂരിൽ ഒരു വീട് എടുക്കുമ്പോൾ 10 മാസത്തെ റെൻ്റാണ് നമ്മളോട് ഡെപ്പോസിറ്റായി ചോദിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ പ്രിഫർ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ബാംഗ്ലൂരിൽ ഒരു വീട് റെൻ്റ് എടുക്കാൻ വേണ്ടിയുള്ള ഒരു എക്സ്പെൻസ് നമുക്ക് മനസ്സിലായല്ലോ. ഞാനീ പറഞ്ഞത് ഒരു ടോപ്പ് IT ഏരിയയുടെ അടുത്തൊക്കെയാണ്. കാരണം IT ഏരിയയുടെ അടുത്ത് എന്തായാലും, ഒരു IT ഹബിൻ്റെ അടുത്ത് എന്തായാലും റെൻറ്റ് കൂടുതലായിരിക്കും. കാരണം അവർക്കറിയാം ഇപ്പോൾ IT കമ്പനികൾ ഒരുപാട് പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് റെൻറ്റുകളും പേ ചെയ്യുന്നതനുസരിച്ച് ഹൗസ് ഓണേഴ്സ് റെൻറ്റും കൂട്ടും. തന്നെയല്ല, ഓരോ വർഷം കഴിയുമ്പോഴും ഈ റെൻറ്റിന് 5 മുതൽ 10% വരെ അവർ ഇൻക്രിമെൻറ്റും ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മാറി താമസിക്കാം. ചില ഏരിയയിൽ റെൻറ്റ് കുറവായിരിക്കാം. അപ്പോൾ ചില ഏരിയയിൽ നിങ്ങൾക്ക് 50,000 റുപ്പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 BHK കിട്ടും, അല്ലെങ്കിൽ 2 BHK കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച്, നമുക്ക് നമ്മുടെ വർക്ക് പ്ലേസ് അനുസരിച്ച് നമുക്ക് നമ്മുടെ താമസം ഓപ്റ്റ് ചെയ്യാം. പക്ഷേ എന്നിരുന്നാലും ബാംഗ്ലൂർ മൊത്തത്തിലൊരു എക്സ്പെൻസ് എത്രയാണ്, അല്ലെങ്കിൽ എത്ര ഒരു ലിവിങ് കോസ്റ്റ് എത്രയാണെന്ന് നമുക്ക് ഇതിനകം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ബാക്കി എല്ലാ സാധനങ്ങൾക്കും ഇതുപോലെ തന്നെ വിലയാണ്. അപ്പം ബാംഗ്ലൂരെ ഹൗസ് റെന്റിന്റെ പോക്ക് പോകുന്ന കണ്ടല്ലോ. അത് ഏരിയക്ക് അനുസരിച്ച് മാറും. ഞാൻ പറഞ്ഞതുപോലെ ഏരിയക്ക് അനുസരിച്ച് മാറും. ഒരു IT ഹബിന് അനുസരിച്ച് അടുത്തുള്ള ഏരിയ ആണെങ്കിൽ കൂടും, കുറച്ചുകൂടെ ഡിസ്റ്റന്റ് ഉള്ള ഏരിയ ആണെങ്കിൽ കുറയും. കാര്യം മറന്നുപോയി, ബാംഗ്ലൂർ എക്സ്പെൻസീവ് അല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ലാസ്റ്റ് സംസാരിക്കുന്നു പറഞ്ഞിരുന്നല്ലേ. എന്താണെന്ന് അറിയാമോ, നമ്മുടെ യൂട്യൂബ് ചാനൽ ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസീവ് ഇല്ലാത്തൊരു കാര്യമാണ്. അത് മാത്രമായിരിക്കും ബാംഗ്ലൂർ എക്സ്പെൻസീവ് അല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത്. സോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഹെൽപ്പ് ചെയ്യുക. നമുക്കത് കൂടുതൽ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ നല്ല വീഡിയോസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എൻകറേജ്മെന്റ് ആയിരിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. ടേക്ക് കെയർ.